ഭാരതത്തിലെ ഏറ്റവും നിഗൂഢവും അത്ഭുതകരവുമായ ആത്മീയ ആഘോഷങ്ങളിലൊന്നാണ് അംബുബാച്ചിമേള. ഇത് ഒരു സാധാരണ ക്ഷേത്രോത്സവമല്ല. സ്ത്രീത്വത്തെയും മാതൃത്വത്തെയും പ്രകൃതിയുടെ സൃഷ്ടിശക്തിയെയും ആരാധിക്കുന്ന അപൂർവമായ ഒരു മഹോത്സവമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അസമിലെ ഗുവാഹത്തി നഗരത്തിൽ നീലാചൽ കുന്നിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന കാമാഖ്യ ദേവി ക്ഷേത്രത്തിലാണ് ഈ മഹോത്സവം വർഷം തോറും ആഷാഢമാസത്തിൽ, സാധാരണയായി ജൂൺ മാസത്തിൽ 4 ദിവസങ്ങളിലായി നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മേള ഇത്രയും വിശിഷ്ടമായത് എന്ന് നോക്കാം. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം ദക്ഷയാഗത്തിൽ അപമാനിക്കപ്പെട്ട സതീദേവി ആത്മാഹുതി ചെയ്യുകയും അതിൻ്റെ ദുഃഖത്താൽ മുങ്ങിയ ശിവൻ സതിയുടെ ശരീരവുമായി ലോകമെമ്പാടും സഞ്ചരിക്കുകയും ചെയ്തു. ലോകക്രമം താളം തെറ്റാതിരിക്കാൻ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച സതിയുടെ ശരീരം ഖണ്ഡങ്ങളാക്കി. ആ ശരീരഭാഗങ്ങൾ ഭൂമിയിലെ പല സ്ഥലങ്ങളിലും പതിച്ചു. അവയാണ് ശക്തിപീഠങ്ങൾ. സതീദേവിയുടെ യോനിഭാഗം പതിച്ച സ്ഥലമാണ് കാമാഖ്യ ക്ഷേത്രമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ സ്ത്രീശക്തിയുടെയും സൃഷ്ടിയുടെയും മാതൃത്വത്തിൻ്റെയും ഏറ്റവും വിശുദ്ധ പ്രതീകമായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. കാമാഖ്യ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ ദേവിയുടെ വിഗ്രഹമില്ല എന്നതാണ്. പകരം ഭൂമിക്കിടയിലെ സ്വാഭാവികമായ ഒരു പാറയിലെ വിള്ളലിലൂടെ എപ്പോഴും ഒഴുകുന്ന ജലസ്രോതസ്സിനെയാണ് ദേവിയുടെ സാന്നിധ്യമായി ആരാധിക്കുന്നത്. അംബുബാച്ചി മേളയുടെ 4 ദിവസങ്ങളിൽ മാ കാമാഖ്യ ദേവി വാർഷിക രജസ്വലയ അവസ്ഥയിലാണ് എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഈ സമയത്ത് ക്ഷേത്രം പൂർണ്ണമായും അടച്ചിടുകയും പൂജകളും ദർശനങ്ങളും നിർത്തിവെക്കുകയും ചെയ്യുന്നു. 4-ാം ദിവസം പ്രത്യേക ശുദ്ധീകരണ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം വീണ്ടും തുറക്കുന്നു. ഈ ദിവസത്തിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് കാത്തിരിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹം തേടി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകരും ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഈ മേളയുടെ മറ്റൊരു പ്രധാന ആകർഷണം വിവിധ സമ്പ്രദായങ്ങളിലുള്ള സന്യാസിമാരുടെയും അഘോരിമാരുടെയും താന്ത്രികരുടെയും സാന്നിധ്യമാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവരിൽ പലരെയും പൊതുജനങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ധ്യാനം, തപസ്, മന്ത്രജപം, ഹോമങ്ങൾ, താന്ത്രിക പൂജകൾ എന്നിവയാൽ നീലാചൽ കുന്ന് ആത്മീയ ഊർജം നിറഞ്ഞതാകുന്നു. അംബുബാച്ചി മേള സ്ത്രീയുടെ മാസമുറയെ അശുദ്ധിയായി കാണുന്നില്ല. മറിച്ച് അത് ജീവൻ്റെ തുടക്കവും പ്രകൃതിയുടെ സൃഷ്ടിശക്തിയുടെയും ഭൂമാതാവിൻ്റെ ഫലഭൂഷ്ഠതയുടെയും ആഘോഷമാക്കുന്ന വിശുദ്ധമായ ഒരു പ്രകൃതി ചക്രമാണെന്ന് ഈ ഉത്സവം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. 4-ാം ദിവസം ക്ഷേത്രത്തിൻ്റെ നട തുറക്കുമ്പോൾ ഭക്തർക്ക് 2 വിശുദ്ധ പ്രസാദങ്ങളാണ് ലഭിക്കുന്നത്. ഒന്നാമത്തേത് അംഗോദകം, ദേവിയുടെ വിശുദ്ധ ജലമായി കരുതപ്പെടുന്ന തീർത്ഥമാണിത്. രണ്ടാമത്തേത് അംഗവസ്ത്രം, ദേവിയുടെ ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ചുവന്ന വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം. ഈ പ്രസാദങ്ങൾ അത്യന്തം പുണ്യമുള്ളവയാണ് എന്നാണ് വിശ്വാസം. അംബുബാച്ചി മേള ഒരു മതപരമായ ആഘോഷം മാത്രമല്ല, സ്ത്രീയെ ആദരിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും സൃഷ്ടിയുടെ ദിവ്യതയെ മനസ്സിലാക്കുവാനും മനുഷ്യരാശിക്ക് നൽകുന്ന മഹത്തായ ഒരു സന്ദേശം കൂടിയാണിത്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കാമാഖ്യ ദേവിയുടെ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ അത് മറക്കാനാകാത്ത ഒരു ആത്മീയ അനുഭവമായിരിക്കും.